ഇന്ന് നമുക്കൊപ്പം ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ മേയർ ശ്രീ വി രാജേഷാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ വി രാജേഷ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം. ശ്രീ വി രാജേഷ്, ഇപ്പോ ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഈ വിജയ ആഹ്ലാദത്തിലേക്കൊന്നും BJP അങ്ങനെ കടന്നില്ല. കാരണം ഡയറക്റ്റ് തന്നെ ഭരണം തുടങ്ങുകയാണ്. അതിനിപ്പോൾ അധികാരം ഏറ്റെടുത്ത സമയത്ത് തന്നെ ഒരു ഫയൽ ഒപ്പിട്ടുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഈ വിജയം ആ ഒരു പീരീഡ് ഉണ്ടായിരുന്നില്ല BJPയെ സംബന്ധിച്ചിടത്തോളം. ഭരണത്തിലേക്ക് കയറിയപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരാൻ പോവുകയാണ്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു. വികസന രേഖ പ്രഖ്യാപിക്കുമെന്നറിയുന്നു. അപ്പോൾ ഏതുവരെയായി ഒരുക്കങ്ങൾ ശ്രീ വി രാജേഷ്? അതായത് ആഘോഷമോ ആഹ്ലാദമൊക്കെ വരേണ്ടത് ജനങ്ങളുടെ മനസ്സിലാണ്. അവർ ഓരോരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മളൊരു പ്രകടനം നടത്തിയോ കുറച്ച് സന്തോഷം പ്രകടിപ്പിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിന് പകരം അവർ ഫേസ് ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് പരിഹരിച്ച് അവരുടെ മനസ്സിൽ ആഹ്ലാദം ഉണ്ടാകുമ്പോൾ സമൂഹത്തിന് മുഴുവനും വിജയാഹ്ലാദം ഉണ്ടാകും. ആ ഒരു നടപടിയിലേക്കാണ് പരമാവധി സമയം വേഗത്തിൽ തന്നെ ഞങ്ങൾ കടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും പിന്തുണ ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ 5 വർഷം കഴിഞ്ഞ 10 വർഷം ശക്തമായ പ്രതിപക്ഷമായിരുന്നതുകൊണ്ടും അതിനു മുമ്പ് തന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കറിയാം. ഏറെക്കുറെ അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളൊരു പ്ലാനും നമ്മുടെ മനസ്സിലുണ്ട്. പലരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അത് നടപ്പിലാക്കി തുടങ്ങുക വേഗത്തിൽ എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ള മാർഗ്ഗം. ഓക്കെ, ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ ശക്തമായ പ്രതിപക്ഷമായിരുന്നു. ഈ മാത്രമല്ല ഇപ്പൊ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളവും ഈ ഇപ്പൊ നിലവിലുള്ള ആരും ഒരു പുതിയ മുഖമല്ല, അവർക്കൊക്കെ നേരത്തെ അറിയാവുന്ന ആൾക്കാർ കൂടിയാണ്. അതുകൊണ്ട് ഭരണം കുറച്ചും കൂടെ ഈസിയുമായിരിക്കും ആൾക്കാരുമായിട്ട് ഇടപെടാനായിട്ട്. ശ്രീ വി രാജേഷ്, ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനെ അടിമുടി മാറ്റുമെന്നാണല്ലോ പ്രഖ്യാപനം. ഇപ്പം ഭരണം തുടങ്ങിയിട്ടേ ഉള്ളെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, മേയറെ, ഇപ്പം ഈ 100 ദിന കർമ്മ പരിപാടികൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ പ്രഥമ പരിഗണന മേഖലകൾ ഏതൊക്കെയാണ്? ഞങ്ങളത് ഒരുപാട് ചർച്ച ചെയ്തു, പലതവണയും പറഞ്ഞതായതുകൊണ്ടോ എനിക്ക് ആവർത്തിക്കുന്നത് തന്നെ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ താങ്കൾ ചോദിച്ചുകൊണ്ട് പറയാം. നമ്മുടെ ഒരു 30-40% പ്രശ്നവും വേസ്റ്റ് മാനേജ്മെൻറ്റ് കറക്റ്റ് ചെയ്താൽ ഒരു 30-40% പ്രശ്നവും പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിന് പ്രഥമ പരിഗണന കൊടുക്കണം. അതോടൊപ്പം തന്നെ തെരുവ് നായ്ക്കളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യണം. ഈ 2 പ്രശ്നവും പരിഹരിക്കുന്നതോടുകൂടി ബാക്കി ഒരുപാട് കാര്യങ്ങൾ, നഗരത്തിലെ നദികളിലെ നീരൊഴുക്ക്, അതൊക്കെ അവസാനിച്ചു പോകും. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കും. അതോട് കൂടി തന്നെ ഇപ്പോൾ ഓരോ ദിവസവും ഇടപെടേണ്ട പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ ഓഫീസിൻ്റെ ചുറ്റും പിന്നെ നമ്മുടെയൊക്കെ ഗ്രൗണ്ടുകളിൽ നിരവധി വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ മേയർ എന്നുള്ളവർക്ക് സെക്രട്ടറിയുമായിട്ട് ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തി. അപ്പോൾ അത് 15 വർഷം കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ അത് ലേലം ചെയ്യേണ്ടതാണ്. പല വാഹനങ്ങളും ലേലം ചെയ്യാനുള്ള സമയമായി കിടക്കും. പക്ഷേ നമുക്കൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കതിൻ്റെ വാല്യൂ അസസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. PWDയിൽ നിന്നാണ് എഞ്ചിനീയർ വരേണ്ടത്. PWD 2 എഞ്ചിനീയർമാരുള്ളത് റവന്യൂ ജില്ല മുഴുവൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ 1 വർഷം വരെ എടുക്കും അവരുടെ സമയം കിട്ടാൻ വേണ്ടി. ഇത് ഇന്നോ നാളെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നമാണ്. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറെ കൂടെ എങ്ങനെ ഇവിടെ കിട്ടും? അത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ വെറുതെ കിടക്കുന്ന വാഹനങ്ങളൊക്കെ തന്നെ സ്പീഡിൽ തന്നെ വളരെ വേഗത്തിൽ ലേലം ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന എത്ര തുകയായാലും അത് കോർപ്പറേഷൻ്റെ അക്കൗണ്ടിലേക്ക് മുതൽ കൂട്ടാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ അവിടെ കിടന്ന് തുരുമ്പെടുത്ത് ദ്രവിച്ച് പോവുകയല്ലേ. ഇങ്ങനെ ഓരോ ദിവസവും ഞാൻ ഒറ്റ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഓരോ ദിവസവും ഇടേണ്ട പ്രശ്നമുണ്ട്, ദീർഘകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കേണ്ട പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോന്നും അങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ശ്രീ വി രാജേഷ്, ഇപ്പം ഒരു വിവാദത്തിലേക്ക് പോകണമെങ്കിൽ ഇപ്പം ശ്രീലേഖ വളരെ വ്യക്തമായി പറഞ്ഞത് തന്നെ മേയർ സ്ഥാനാർത്ഥിയായി മുൻനിർത്തിയായിരുന്നു പ്രചാരണം എന്നാണ്. അങ്ങനെയായിരുന്നു ശ്രീ വി രാജേഷ്? അല്ല, രാവിലെ തന്നെ എന്തിനാ അതൊക്കെ ചോദിച്ചു? താങ്കൾ തന്നെ ഉപയോഗിച്ചത് ഒരു വിവാദത്തിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ രാവിലെ തന്നെ വിവാദത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചാണോ നമ്മൾ വന്നിരിക്കുന്നത്? മാത്രമല്ല, അങ്ങനെ അവിടെ ഒരു വിവാദവും ഇല്ല. അതൊക്കെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ഞാനും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് കോർപ്പറേഷൻ്റെ ഭരണപരമായ കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കണക്ട് ചെയ്ത് ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പം ഈ ശ്രീലേഖ നേരത്തെ VK പ്രശാന്തിൻ്റെ ഈ ഓഫീസ് ഒഴിയുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അദ്ദേഹം ഓഫീസ് ഒഴിയാണ്. നേരത്തെ പറഞ്ഞിരുന്നത് കരാർ കാലാവധി മാർച്ച് വരെ ഉണ്ട്, അതുവരെ തുടരുമെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ ഓഫീസ് ഒഴിയാൻ പോവുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരണമുണ്ടോ? അല്ല, അദ്ദേഹം ഓഫീസ് തുടങ്ങിയത് എന്നോട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം ഓഫീസ് നടത്തുന്നത് ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഓഫീസ് തുടരുകയോ ഒഴിയുകയോ മാറുകയോ ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അതൊക്കെ താങ്കൾ പറഞ്ഞപ്പോഴാണ് കാര്യം ഞാൻ അറിയുന്നത്. ഓക്കെ, ശ്രീ വി രാജേഷ്, ഇപ്പം നിയമസഭാ ഒരുക്കങ്ങളിലേക്ക് എല്ലാ മുന്നണിയും കടന്നു കഴിഞ്ഞു, BJPയും കടന്നു കഴിഞ്ഞു. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ഇക്കുറി പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എല്ലാ സീറ്റും BJPക്ക് പ്രധാനവുമാണല്ലോ.
അത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന വക്താക്കളും ജനറൽ സെക്രട്ടറിമാരൊക്കെ പറഞ്ഞു. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഴിയുന്ന തരത്തിൽ, അതായത് ഞങ്ങൾ തയ്യാറെടുപ്പുകൾ അവസാനിപ്പിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷന് നടത്തി അതേ തയ്യാറെടുപ്പുകൾ കുറച്ചുകൂടി ശുഷ്കാന്തിയോടെ, കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തതയോടെ ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ ഫീൽഡിലാണ്. മാത്രവുമല്ല SIRൻ്റെ പ്രവർത്തനത്തിൽ കൗൺസിലർമാരൊക്കെ ഇടപെടണമെന്ന് പറഞ്ഞ് പാർട്ടിയുടെ നോംസ് ഉണ്ട്. ഞാൻ അതിനനുസരിച്ച് എൻ്റെ വാർഡിലും മേയർ എന്നുള്ള നിലയ്ക്ക് മറ്റുള്ള കൗൺസിലേഴ്സിനെയും മോട്ടിവേറ്റ് ചെയ്യിച്ച് അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, കേരളത്തിൽ തദ്ദേശ സ്ഥാപന ഇലക്ഷനിൽ ഉണ്ടായ മുന്നേറ്റം, പ്രത്യേകിച്ച് തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ ഉണ്ടായ മുന്നേറ്റം, അത് തീർച്ചയായിട്ടും ഒരു ഓൾട്ടർനേറ്റീവിനെ കേരളത്തിലെ ജനങ്ങൾ തേടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവിടെ ഉണ്ടായ തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ചെറുതും വലുതുമായ ചലനങ്ങൾ പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയകരമായി ഇത് മുന്നോട്ട് നയിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളോട് ഒന്നിച്ചു നിൽക്കും. സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായിട്ട് അതിന് മാർഗ്ഗനിർദ്ദേശം നൽകി മുന്നോട്ട് പോകുന്നുണ്ട്. വിവരാജേഷ്, ഇപ്പം വെള്ളാപ്പള്ളി നടേശനെ പ്രകാശ് ജാവ്ദേക്കറും അങ്ങുമൊക്കെ കണ്ടിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പം വെള്ളാപ്പള്ളി നടേശനാണ് ഏറെക്കുറെ വലിയ ചർച്ചാ വിഷയമായിട്ട് നിലനിൽക്കുന്നത്. അപ്പം വെള്ളാപ്പള്ളി ഇതുവരെ തിരഞ്ഞെടുപ്പിലെ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി പക്ഷേ പറയുന്ന പലതും BJP ഏറ്റെടുക്കുന്നുമുണ്ട്. അപ്പോൾ ഈ കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു? കേരളത്തിൽ സാമുദായിക നേതാക്കന്മാർക്ക് എല്ലാ കാലത്തും അവരുടെ സ്ഥാനമുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇവിടെ കാണുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഈ പറയുന്ന അവർ ഇങ്ങനെ ആരാൻ്റെ അവകാശം പേറുന്നത് പോലെ അവരൊന്നുമല്ല ഇവിടെ സാമൂഹ്യ പരിവർത്തനം ഉണ്ടാക്കി. സാമൂഹ്യ പരിവർത്തനം ഉണ്ടാക്കിയത് ചട്ടമ്പി സ്വാമികളാണ്, മന്നത്ത് പത്മനാഭനാണ്, ഗുരുദേവനാണ്, അയ്യങ്കാളിയാണ്, അയ്യ വൈകുണ്ഠസ്വാമിയാണ്. അവരാണ് സാമൂഹ്യ പരിവർത്തനം ഉണ്ടാക്കിയത്. അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ നാടിങ്ങനെ ആകുമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി വരുന്ന സാമുദായിക നേതാക്കന്മാർക്ക് എക്കാലത്തും നമ്മുടെ സമൂഹത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് അതിൻ്റെ പ്രാധാന്യമുണ്ട്. അവരവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നുമാണ്. ഞാൻ ചേർത്തലയിൽ പോയിട്ട് ഞാൻ മാധ്യമപ്രവർത്തകർ എന്താ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുമാണ്. അതിൽ ഓരോരുത്തരും കേൾക്കുന്നവർക്കും അതിനെ വായിക്കുന്നവർക്കും അതിൽ ശരി തെറ്റുകൾ ഉണ്ടാവാം. പല ഘട്ടത്തിലും വന്നിട്ടുണ്ട്. ഇതാദ്യമൊന്നുമല്ലല്ലോ. ഞങ്ങളൊക്കെ സാമുദായിക നേതാക്കന്മാരെ കാണുന്നത് ആ സംഘടനകൾ അവർ കേരള സമൂഹത്തിന് ചെയ്ത മഹത്തായ സംഭാവനകൾ അതിനെ ഏതു തരത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുത്താം എന്നു കരുതിയിട്ടാണ് ഞങ്ങൾ. അതിൽ ഒരു പക്ഷേ അംഗബലം കൂടിയുള്ള സമുദായ സംഘടനയുടെ നേതാവായിരിക്കാം, ചിലപ്പോൾ അംഗബലം കുറഞ്ഞവരായിരിക്കാം, അതല്ല, ആശയമാണ്. ഒരു കാലഘട്ടത്തിൽ ആ സമുദായ സംഘടന സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നിൽ പ്രാധാന്യം. അതിനനുസരിച്ച് എല്ലാ സമുദായ നേതാക്കന്മാർക്കും അതിൻ്റേതായ പ്രാധാന്യം കേരള രാഷ്ട്രീയത്തിലുണ്ട്, കേരള പൊതുസമൂഹത്തിലുണ്ട്. ഓക്കെ, ശ്രീ വി രാജേഷ്, ഇപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJP സംസ്ഥാനം പോവുകയാണല്ലോ. ഇപ്പം വട്ടിയൂർക്കാവിൽ എന്താകും ശ്രീ വി രാജേഷ് ഇത്തവണ? ഇപ്പോൾ കാരണം ചർച്ചകളൊക്കെ ഏതുവരെ? BJP സംസ്ഥാന അധ്യക്ഷന് ശ്രീലേഖയെ മത്സരിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയുന്നു. K. സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ താല്പര്യമുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ വട്ടിയൂർക്കാവുമായി ബന്ധപ്പെട്ട്? അല്ല, ഇതൊക്കെ ഈ ഓരോരുത്തർക്കും ഇന്നാരെ താല്പര്യമുണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ. അങ്ങനെ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും താല്പര്യം പ്രകടിപ്പിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല, പ്രകടിപ്പിക്കുന്ന പാർട്ടിയല്ല. പ്രകടിപ്പിച്ചാൽ അത് തീരുമാനമാകുന്ന പാർട്ടിയുമല്ല BJP എന്ന് നാളിത് വരെയുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് ബോധ്യമാകും. ഞങ്ങളുടെ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ്, ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബീൻജിയെ പ്രഖ്യാപിച്ചു. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മാധ്യമം ഏതെങ്കിലും നേതാവ് വ്യക്തിപരമായിട്ട് പറഞ്ഞ അഭിപ്രായമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതിനു മുമ്പുള്ള എല്ലാം എടുത്തു നോക്കൂ. അതുകൊണ്ട് അങ്ങനെയുള്ള വാർത്തയുടെ കൗതുകത്തിന് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്നതിൽ എനിക്ക് വിയോജിക്കാൻ സാധിക്കില്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ അങ്ങനെയുള്ള ഒരു വ്യക്തിയും ഒരാളുടെയും പേരിൽ അങ്ങനെ ഉള്ള താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാറില്ല. 1. 2, ഞാൻ വട്ടിയൂർക്കാവിൽ നന്നായിട്ട് നിരവധി കാലം പ്രവർത്തിച്ച മണ്ഡലമാണ്, എനിക്ക് നന്നായിട്ടറിയാം. ഞാനിപ്പോൾ ജയിച്ചിരിക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥിയെ BJP തീരുമാനിച്ചാലും നല്ല വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും. രാജീവ് ചന്ദ്രശേഖർ ഒരു 10,000 വോട്ടിന് പാർലമെൻറ്റിൽ ഏകദേശം 10,000 വോട്ടിന് ലീഡ് ചെയ്ത സ്ഥലമാണ്. ഞങ്ങൾക്ക് 2-3 പോക്കറ്റുകളിൽ കുറച്ച് വോട്ട് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു 15,000-20,000 വോട്ട് നിയമത്തിൻ്റെ അത്ര ഞങ്ങൾ ലീഡ് ചെയ്തതന്നെ. അതിപ്പോൾ മേയർ കൂടിയായ സാഹചര്യത്തിൽ എനിക്ക് കൂടുതൽ ആ മണ്ഡലത്തിൽ പിന്നെ ഞാനത് വോട്ട് കുറഞ്ഞ ഭാഗങ്ങൾ ഞങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കൂടുതൽ ജനകീയ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഏത് സ്ഥാനാർത്ഥി അവിടെ നിർത്തിയാലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. നിങ്ങൾ വട്ടിയൂർക്കാവ് മാത്രം ചർച്ച ചെയ്യേണ്ട, നിങ്ങൾ കേരളത്തിൽ അതുപോലെ ഒരു 40-45 മണ്ഡലങ്ങൾ ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് മുഴുവൻ ചർച്ച ചെയ്യൂ. ശ്രീ വി രാജേഷ്, ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ BJPക്ക് UDF ആണോ LDF ആണോ മുഖ്യ എതിരാളി? രണ്ടുപേരെ കൊണ്ട് ഒരു ഗുണമില്ലെന്ന് മാത്രമല്ല കേരളത്തിന് ഭയങ്കര ദോഷമാണ്. അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരത്ത് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ രണ്ടുപേരെയും കേരളത്തിലെ ചിലർ പിന്നെ സ്വർണം കക്കുകയാണെന്നുണ്ടെങ്കിൽ
പ്രതിപക്ഷം അതിന് കൂട്ടുനിൽക്കുന്നു. ശക്തമായ പ്രതിപക്ഷം ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒരു നിമിഷം 2019-20 കട്ടളപ്പടിയവർ അടിച്ചോട്ട് പോയപ്പോഴേക്കും ഈ വി ഡി സതീശനും സംഘവും എവിടെയായിരുന്നു? വി ഡി സതീശനും കമ്പനിയും പിണറായി വിജയനെ പേടിച്ച് സറണ്ടർ ചെയ്യപ്പെടുകയായിരുന്നു. അപ്പോൾ ഈ രണ്ട് മുന്നണികളും കേരളത്തിലെ ജനങ്ങൾക്ക് ബാധ്യത ആയതുകൊണ്ടാണല്ലോ സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ BJP ആണ് ശരിയെന്ന് LDFിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകർ ഉൾപ്പെടെ മനസ്സിലാക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കും. ഇപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്നത്തെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹം പറഞ്ഞത് കുറഞ്ഞതൊരു 35 സീറ്റെങ്കിലും നേടിയാൽ BJP ഭരണം പിടിക്കുമെന്നാണ്. പക്ഷേ നേട്ടം ഉണ്ടായില്ല. എന്നാൽ ഇത്തവണ അതല്ല സ്ഥിതി. കാരണം എതിരാളികൾ പോലും ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ UDFും LDFും അടക്കം BJP ഇക്കുറി നല്ല പെർഫോമൻസ് കാട്ടുമെന്നും നല്ല വോട്ട് പിടിക്കുമെന്നും കരുതുന്നു. BJP ഒരു മുഖ്യ എതിരാളിയായി കാണുന്നുണ്ട് രണ്ടുപേരും. അപ്പോൾ BJP ഒരു 10 സീറ്റിലെങ്കിലും BJPയും പ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ട് ഇത്തവണ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ വട്ടം കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇത്തവണ ഒരു 35 സീറ്റൊക്കെ BJP പിടിച്ചാൽ ഭരണം കിട്ടുമെന്ന് ഉറപ്പാണ്. അല്ല, ഇതൊക്കെ നിങ്ങൾ ചോദിക്കുകയാണ്, എന്നിട്ട് എന്നോട് അത് അങ്ങനെ ഉത്തരം പറയും. ഞാൻ അതിലൊന്നും ഉത്തരം പറയുന്നില്ല. എന്തിനാ 10 സീറ്റിൽ ചുരുക്കിയത് BJPയെ? BJP 10 ഇതാണ് പ്രശ്നം. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഞങ്ങൾക്ക് ഞാൻ ഈ മേയർ കസേര ഇരിക്കുന്നത് കൊണ്ടും മാത്രമാണ് BJP ഭരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ അംഗീകരിക്കുന്നത്. അല്ല, ചില മാധ്യമങ്ങൾ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലും അംഗീകരിക്കുന്നത് സംശയമാണ്. കാരണം ഈ 10 സീറ്റ് എന്നുള്ള മനസ്സിലേക്ക് നിങ്ങൾ ത്രിപുരയിൽ എങ്ങനെയായിരുന്നു? ഒരു സീറ്റും ഇല്ലാത്തതൊന്നും ഭരണം എത്തിയില്ലേ? അപ്പോൾ കേരളത്തിലും അത്തരത്തിലുള്ള ഡൈനാമിക് ചേഞ്ച് സ്വപ്നം കാണണം. ആ ഡൈനാമിക് ചേഞ്ചിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ മുന്നേറ്റം ഞങ്ങൾക്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ വി രാജേഷ് ഞങ്ങൾക്കിപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. ഓക്കെ.